കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളാണോ നിങ്ങൾ? ഇടയ്ക്ക് വെച്ച് കോളേജ് ഒന്ന് മാറണം, അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയം തന്നെ ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു മിനിറ്റ് ഇതൊന്ന് കേൾക്കണം. കാരണം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട്. അതെന്താ അത്ര പ്രധാനപ്പെട്ട കാര്യമെന്നല്ലേ? സംഭവം ഇതാണ്. യൂണിവേഴ്സിറ്റിയിൽ പുതിയ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ്, അതായത് FIUGP വന്നില്ലേ? അതോടുകൂടി കോളേജ് മാറ്റത്തിന്റെയും കോഴ്സ് മാറ്റത്തിന്റെയും നിയമങ്ങളെല്ലാം അങ്ങ് അടിമുടി മാറി. പണ്ടാരോ പറഞ്ഞുകേട്ട നിയമങ്ങളൊന്നും ഇനി നോക്കിയിട്ട് കാര്യമല്ല, എല്ലാം പുതിയതാണ്. അപ്പോ പിന്നെ ഈ പുതിയ FIUGP സിസ്റ്റത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ട്രാൻസ്ഫർ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒന്ന് നോക്കാം. ഈയൊരു വിശദീകരണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ വന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷനുകളുണ്ട്, എന്തൊക്കെയാണ് യോഗ്യതകൾ, എങ്ങനെ അപേക്ഷിക്കണം, ഫീസും മറ്റു പേപ്പറുകളും എന്തൊക്കെ വേണം, പിന്നെ അവസാനം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ട്രാൻസ്ഫറിന്റെ ഒരു പുതിയ കാലം എന്ന് തന്നെ പറയാം. ഈ FIUGP വന്നത് കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് നോക്കാം. അപ്പോ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റം വന്നത് ഇവിടെയാണ്. പണ്ട് നമുക്ക് CBCS എന്നൊരു സിസ്റ്റമായിരുന്നില്ലേ, അതായത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം. അത് പോയി. പകരം ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം റെഗുലേഷൻസ് 2024 എന്ന് പറയുന്ന പുതിയൊരു നിയമം വന്നു. ഈ പുതിയ റെഗുലേഷൻ വന്നതോടുകൂടി പണ്ടത്തെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അസാധുവായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഫർ നിയമങ്ങളിലെ ആരോരോ റീസെറ്റ് ബട്ടൺ അമർത്തിയ പോലെയായി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. നിങ്ങൾക്ക് എന്തൊക്കെ ട്രാൻസ്ഫർ ഓപ്ഷനുകളാണ് ഉള്ളത്? അതായത് ഈ പുതിയ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ മാറാൻ പറ്റും? ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്, ഇന്റർ കോളേജ് ട്രാൻസ്ഫർ. സംഭവം വളരെ സിമ്പിളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ നിന്ന് അതേ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വേറൊരു കോളേജിലേക്ക് മാറുന്നത്, അത്രയുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കാലിക്കറ്റിലേക്ക് വരുന്നതെങ്കിലോ, അല്ലെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് പഠനം നിർത്തി വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെങ്കിലോ, അതിനെയാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിന് കുറച്ചുകൂടി പേപ്പർ വർക്കുകളുണ്ട്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടിവരും. അടുത്തത് ഇതാണ് FIUGP കൊണ്ടുവന്ന ഒരു കിഡിലൻ സംഭവം, മേജർ സ്വിച്ചിങ്. എന്താണിത്? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാന പഠന വിഷയം, അതായത് നിങ്ങളുടെ മേജർ സബ്ജക്റ്റ് മാറ്റാനുള്ള അവസരം. കൊള്ളാമല്ലേ? സാധാരണയായി കോളേജ് മാറുമ്പോഴാണ് പലരും ഈ ഓപ്ഷനും കൂടി ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും ഒരു വലിയ അവസരം തന്നെയാണ്. ശരി, ഇനി മൂന്നാമത്തെ ഭാഗം, നിങ്ങളുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആർക്കൊക്കെ എപ്പോഴൊക്കെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുന്നത്? ശരി, അപ്പൊ യോഗ്യതയുടെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ UG സ്റ്റുഡന്റ് ആണെങ്കിൽ 3-ാം സെമസ്റ്ററിലോ അല്ലെങ്കിൽ 5-ാം സെമസ്റ്ററിലോ മാത്രമേ മാറാൻ പറ്റൂ. PG ആണെങ്കിൽ 3-ാം സെമസ്റ്ററിൽ മാത്രം. രണ്ടാമതായി, ഏതെങ്കിലും സെമസ്റ്റർ റിപ്പീറ്റ് ചെയ്തവർക്കോ റീഅഡ്മിഷൻ എടുത്തവർക്കോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ തൊട്ടു മുമ്പുള്ള സെമസ്റ്ററിലെ പരീക്ഷയ്ക്ക് നിങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പഠിപ്പ് പാതിവഴിക്ക് നിർത്തിപ്പോയവർക്കും ഇത് ബാധകമല്ല. ഇനി നിങ്ങൾ ചെല്ലുന്ന കോളേജിൽ സീറ്റ് ഒഴിവുണ്ടാവണം. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കൂടാനും പാടില്ല. ഏറ്റവും അവസാനത്തെ പോയിന്റ്, നിങ്ങൾക്ക് മേജർ സബ്ജക്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പുതിയ വിഷയം നിങ്ങൾ 1-ാം വർഷം ഒരു മൈനറായിട്ടോ അല്ലെങ്കിൽ ഒരു MDC ആയിട്ടോ പഠിച്ചിട്ടുണ്ടാവണം. ഈ കണ്ടീഷൻസൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷേ എല്ലാത്തിനും മുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സർക്കുലറിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മുഴുവൻ കോഴ്സ് കാലാവധിക്കുള്ളിൽ, അത് UG ആയാലും PG ആയാലും, ഒരൊറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് കോളേജ് മാറാൻ പറ്റൂ. അതെ, ഒരൊറ്റ തവണ മാത്രം. അതുകൊണ്ട് ഇത് വെറുതെ എടുത്ത് ചാടിയെടുക്കേണ്ട ഒരു തീരുമാനമല്ല, നന്നായി ആലോചിച്ച് മാത്രം എടുക്കേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇനി 4-ാമത്തെ ഭാഗം, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? അതിന്റെ ഓരോ സ്റ്റെപ്പും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ അപേക്ഷ എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഈ പ്രോസസ്സിന് കൃത്യമായൊരു ടൈം ലൈൻ ഉണ്ട്. അതുകൊണ്ട് ഡേറ്റുകൾ ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് 1, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ് അവരുടെ കയ്യിലുള്ള ഒഴിവുകൾ യൂണിവേഴ്സിറ്റിയെ അറിയിക്കും. എപ്പോഴാണോ? സെമസ്റ്റർ തുടങ്ങി 11-ാമത്തെ വർക്കിംഗ് ഡേയിൽ. സ്റ്റെപ്പ് 2, ഈ അറിയിപ്പ് വന്നുകഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പുതിയ കോളേജിൽ അപേക്ഷ കൊടുത്തിരിക്കണം. സ്റ്റെപ്പ് 3, അതിനുശേഷം കോളേജ് മെറിറ്റും റിസർവേഷനുമൊക്കെ നോക്കിയൊരു റാങ്ക് ലിസ്റ്റ് ഇടും. സ്റ്റെപ്പ് 4,
ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ നിങ്ങൾക്ക് താൽക്കാലികമായ അഡ്മിഷൻ തരും, ഫീസൊക്കെ അടയ്ക്കാൻ പറയും. ലാസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ അപ്രൂവലിനായി കോളേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോഴാണ് പ്രോസസ് കംപ്ലീറ്റ് ആവുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കോളേജ്, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ്, പിന്നെ യൂണിവേഴ്സിറ്റി, ഈ 3 കൂട്ടരും ചേർന്നുള്ള ഒരു ഒഫീഷ്യൽ പ്രോസസ്സാണിത്. ശരി, ഇനി 5ാമത്തെ ഭാഗം, ഫീസും പേപ്പർ വർക്കും. ഇതിന് എത്ര രൂപ ചെലവാകും, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുവേണ്ടത് എന്ന് നോക്കാം. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് 2025 ജൂൺ 1 മുതൽ വരാൻ പോകുന്ന പുതിയ ഫീസാണ്. അപ്പോൾ ഇന്റർ കോളേജിയറ്റ് ട്രാൻസ്ഫറിന്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള മാറ്റത്തിന് UGക്ക് 125 രൂപയും PGക്ക് 200 രൂപയുമാകും. ഇനി ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിനാണെങ്കിൽ 250 രൂപ. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന് 175 രൂപയുമാകും. ഫീസിലെ മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം. കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ചാട്ടം ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സിംഗിന്റെ ഫീസിലാണ്. അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. അതിന്റെ ഫീസ് 2500 രൂപയിൽ നിന്ന് നേരെ 3200 രൂപയായിട്ടാണ് കൂടുന്നത്. ഓക്കെ, ഇനി ഡോക്യുമെന്റ്സ്. ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഓർത്തുവെച്ചോളൂ. 1, നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെയും പുതിയ കോളേജിലെയും പ്രിൻസിപ്പൽമാർ ഒപ്പിട്ട ആപ്ലിക്കേഷൻ ഫോം. 2, ഇപ്പോഴത്തെ കോളേജിൽ നിന്നുള്ള TC. 3, നിങ്ങളുടെ പഴയ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റുകൾ. 4, ഫീസ് അടച്ചതിന്റെ ചെലാൻ അല്ലെങ്കിൽ റെസീപ്റ്റ്. ഇനി നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇക്വിവലൻസി സർട്ടിഫിക്കറ്റും വേണ്ടിവരും. അതുപോലെ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുവാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്കെത്തി. ഇനി നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പുതിയ FY-UGP സിസ്റ്റം പഴയതിനേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും അവസരങ്ങളും തരുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആ അവസരങ്ങൾ മുതലെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി നല്ലോണം പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ പണിപാളും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാകും. ഈ പുതിയ FY-UGP സിസ്റ്റം ശരിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുവാണോ, അതോ കുറേ നിയമങ്ങളും സങ്കീർണതകളും കൂട്ടി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണോ? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.